പ്രൈം ടൈം ന്യൂസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. മോദി ഗ്യാരണ്ടിക്ക് ബദലായി കെജ്രിവാൾ ഗ്യാരണ്ടിയുമായി ആം ആദ്മി പാർട്ടി 10 വാഗ്ദാനങ്ങളാണ് പാർട്ടി അധ്യക്ഷനും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വെച്ചത്. നരേന്ദ്രമോദിയുടെ ഒരു ഗ്യാരണ്ടിയും നടപ്പായില്ല എന്ന് പരിഹസിച്ച അരവിന്ദ് കെജ്രിവാൾ ബിജെപിയിലെ വിരമിക്കൽ പ്രായം വീണ്ടും ഉന്നയിച്ചു. നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി പാഴ്വാക്കാണെന്ന വിമർശനത്തോടെയാണ് ആം ആദ്മി പാർട്ടി ആസ്ഥാനത്ത് അരവിന്ദ് കെജ്രിവാൾ സ്വന്തം ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചത്. ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ രാജ്യത്തുടനീളം 24 മണിക്കൂറും വൈദ്യുതി ഉറപ്പാക്കും. എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം. ഗ്രാമങ്ങൾ തോറും മൊഹല്ല ക്ലിനിക്കുകൾ സ്ഥാപിക്കും. ചൈന കയ്യേറിയ ഭൂമി തിരിച്ചുപിടിക്കും. അഗ്നിവീർ പദ്ധതി റദ്ദാക്കും. കാർഷിക വിളകൾക്ക് സ്വാമിനാഥൻ ഫോർമുല അനുസരിച്ച് താങ്ങുവില ഏർപ്പെടുത്തും. ഡൽഹിക്ക് പൂർണ്ണ സംസ്ഥാന പദവി നൽകും. 2 കോടി യുവാക്കൾക്ക് തൊഴിൽ. അഴിമതി തുടച്ചു നീക്കും. GST നിയമം പരിഷ്കരിക്കും എന്നിവയാണ് വാഗ്ദാനങ്ങൾ. सबसे पहली गारंटी है देश के अंदर 24 घंटे बिजली का इंतजाम करेंगे. उसके हर बच्चे को अच्छी शिक्षा का इंतजाम न कर दिया जाए. पूरे देश में कोने कोने में, हर गांव में, हर मोहल्ले में मोहल्ला क्लिनिक खोला जाएगा. शानदार डिस्ट्रिक्ट हॉस्पिटल जितने उनको मल्टी स्पेशलिटी बना के मोदी जी ने गारंटी दी थी 15 लाख रुपए हर एक के अकाउंट में जमा कराएंगे. वो उन्होंने नहीं कराए. ബിജെപിയിലെ വിരമിക്കൽ പ്രായം അരവിന്ദ് കെജ്രിവാൾ വീണ്ടും ഉന്നയിച്ചു. ബിജെപിയിലെ നേതാക്കൾക്ക് പ്രായപരിധി കൊണ്ടുവന്നത് നരേന്ദ്രമോദിയാണ്. സ്വന്തം കാര്യത്തിൽ ഈ നിയമം ബാധകമല്ലെങ്കിൽ മോദി തന്നെ അത് വ്യക്തമാക്കണമെന്ന് കേജ്രിവാൾ പറഞ്ഞു. जिस नियम में आडवाणी जी रिटायर हुए, मैं उस नियम पे अपने ऊपर नहीं, या तो प्रधानमंत्री जी कह दें कि वो नियम अब मेरे ऊपर लागू नहीं होगा, आडवाणी जी के लिए बनाया था वो, या तो वो कह दें. लेकिन വരും ദിവസങ്ങളിൽ ഉത്തർപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ അരവിന്ദ് കെജ്രിവാൾ പ്രചാരണം നടത്തും. 24 ഡൽഹി. 4ാം ഘട്ടം നാളെ ബൂത്തിൽ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Plaza Premium Gold, the universe's finest ice cream. in association with Durashine Roof and Wall Sheets. ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ് ഇന്ത്യ UAE. MGM Group of Institutions. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. 10 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമായി 96 മണ്ഡലങ്ങളിൽ ജനം വിധിയെഴുതും. നേതാക്കളുടെ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ്. ആദ്യ 3 ഘട്ടങ്ങളിൽ രേഖപ്പെടുത്തിയ വോട്ടുകളുടെ എണ്ണം കൃത്യമായി പുറത്തുവിടാത്തതിനെതിരെ മാധ്യമപ്രവർത്തകരുടെ സംഘടനകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചു. അത്യന്തം വാശിയേറിയ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ടത്തിൽ 96 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 170 വനിതകളടക്കം 1717 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. അഖിലേഷ് യാദവ്, മൗവ മൊയ്ത്ര, ഗിരിരാജ് സിംഗ്, YS ഷർമിള, അർജുൻ മുണ്ട, ശത്രുഘ്നൻ സിൻഹ തുടങ്ങിയവരാണ് നാളെ ജനവിധി തേടുന്ന പ്രമുഖർ. പ്രചാരണ വേദികളിൽ നേതാക്കൾ തമ്മിൽ വാക്പോര് കനക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംവാദത്തിന് വെല്ലുവിളിച്ച രാഹുൽ ഗാന്ധിക്കെതിരെ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി രംഗത്തെത്തി. लेकिन प्रधानमंत्री मोदी के साथ समतल एक समकक्ष बात करने वाले व्यक्ति से मैं पूछना चाहती हूं, क्या वो इंडी गठबंधन के प्रधानमंत्री के उम्मीदवार हैं? ഉത്തർപ്രദേശിൽ BJP MPയെ സമാജ്വാദി പാർട്ടി ലോക്സഭാ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. ദദോഹി MP രമേശ് ബിന്ദിനെയാണ് സമാജ്വാദി പാർട്ടി മിർസാപൂരിൽ സ്ഥാനാർത്ഥിയാക്കിയത്. AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയുടെ ഹെലികോപ്റ്ററിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധന നടത്തിയതിനെതിരെ കോൺഗ്രസ് രംഗത്തു വന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമീപനം ദുരുദ്ദേശപരമാണെന്നാണ് വിമർശനം. 3 ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു തവണ പോലും വാർത്താ സമ്മേളനം നടത്താത്തതിൽ മാധ്യമപ്രവർത്തകരുടെ സംഘടനകൾ അതൃപ്തി അറിയിച്ചു. ആകെ പോൾ ചെയ്ത വോട്ടുകൾ എത്ര എന്ന കമ്മീഷൻ പുറത്തുവിടാത്തത് ഞെട്ടിക്കുന്നതും ആശ്ചര്യപ്പെടുത്തുന്നതുമാണ്. തെരഞ്ഞെടുപ്പിന്റെ സുതാര്യതയെക്കുറിച്ച് ജനങ്ങളുടെ മനസ്സിൽ ആശങ്കയുണ്ടാക്കിയെന്നും പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യ കമ്മീഷൻ അയച്ച കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. 24 ഡൽഹി. പശ്ചിമബംഗാളിലെ സന്ദേശ് വീണ്ടും വിവാദം കൊഴുക്കുന്നു. പീഡന പരാതി ഉന്നയിച്ച സ്ത്രീകളെ തൃണമൂൽ കോൺഗ്രസ് ഭീഷണിപ്പെടുത്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിച്ചു. പരാതി കെട്ടിച്ചമച്ചതെന്ന് ആരോപിച്ച് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയ്ക്കെതിരെ തൃണമൂൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. സന്ദേശ് BJP തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റുമുട്ടി.
തൃണമൂൽ കോൺഗ്രസ് നേതാവായിരുന്ന ഷാജഹാൻ ഷെയ്ഖിനെതിരായ പീഡനാരോപണം പരാതിക്കാരിൽ ചിലർ പിൻവലിച്ചതോടെയാണ് സന്ദേശ് ഖാലിയിൽ വീണ്ടും തർക്കം മുറുകിയത്. ഷാജഹാൻ ഷെയ്ഖിന്റെ ഗുണ്ടകളിൽ നിന്ന് സന്ദേശ് ഖാലിയിലെ സ്ത്രീകൾ നിരന്തരം ഭീഷണി നേരിടുന്നുണ്ടെന്ന് പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിച്ചു. ഗുണ്ടകളെ തൃണമൂൽ കോൺഗ്രസ് സംരക്ഷിക്കുകയാണെന്നും വിമർശനം. ബലാത്സംഗ പരാതി വ്യാജമാണെന്ന വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മയ്ക്കെതിരെ തൃണമൂൽ കോൺഗ്രസ് നിലപാട് കടുപ്പിച്ചത്. രേഖാ ശർമ്മ, BJP നേതാവ് പിയാലിദാസ് എന്നിവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. അതിനിടെ സന്ദേശ് ഖാലിയിൽ തൃണമൂൽ BJP പ്രവർത്തകർ ഏറ്റുമുട്ടി. സംഘർഷത്തിൽ ഇരുവിഭാഗത്തിലെ പ്രവർത്തകർക്ക് പരിക്കേറ്റു. 24 ഡൽഹി. സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ കുരുങ്ങി UDF. RMP നേതാവ് KS ഹരിഹരന്റെ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ പ്രതിഷേധം ശക്തം. DYFI DGPക്ക് പരാതി നൽകി. UDF വേദിയിലെ പ്രസംഗത്തെ ഒരാളുടെ മാത്രം പ്രതികരണമായി കാണാനാകില്ല എന്ന് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ പറഞ്ഞു. KS ഹരിഹരന്റെ അധിക്ഷേപ പരാമർശം RMPയുടെ നിലപാടിന് വിരുദ്ധമെന്ന് KK രമ MLA പ്രതികരിച്ചു. പ്രസ്താവന തള്ളി കോൺഗ്രസും രംഗത്തെത്തി. CPMന്റെ സൈബർ ഗുണ്ടകൾ കരുതിയത് അവർ ചില സംഗതികൾ നടത്തിയാൽ അങ്ങ് തീരുന്ന. ടീച്ചറെ ഒരു പോർണോ വീഡിയോ ഉണ്ടാക്കി ആരെങ്കിലും ഉണ്ടാക്കും? അത് മഞ്ജു വാര്യരുടെ പോർണോ വീഡിയോ ഉണ്ടാക്കിയത് നമുക്ക് കേട്ടോ മനസ്സിലാക്കാം. CPIM വർഗീയ പ്രചാരണം നടത്തുന്നുവെന്നാരോപിച്ച് UDFും RMPയും വടകരയിൽ നടത്തിയ പൊതുപരിപാടിയിലാണ് KS ഹരിഹരന്റെ സ്ത്രീവിരുദ്ധ പരാമർശം. കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് DYFI സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി. ജനാധിപത്യ മഹിളാ അസോസിയേഷനും DYFI വടകര ബ്ലോക്ക് കമ്മിറ്റിയും പ്രത്യേകം പരാതി നൽകിയിട്ടുണ്ട്. പൊതുരംഗത്തുള്ള സ്ത്രീകളെയാകെ അവമതിപ്പോടെ കാണുന്ന ആൺകോയ്മ മുന്നണിയായി UDF അധപ്പതിച്ചുവെന്ന് മന്ത്രി R. ബിന്ദു വിമർശിച്ചു. UDFിനെതിരെ CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനനും രംഗത്തെത്തി. KS ഹരിഹരന്റെ മാത്രം ഒരു ആത്മനിഷ്ഠമായ പ്രതികരണമായിട്ട് കരുതുന്നില്ല. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വേദിയിലുണ്ട്. ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PMA സലാം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. വടകരയിലെ UDFന്റെ സ്ഥാനാർത്ഥിയുണ്ട്. ഇതുപോലുള്ള ആളുകളെല്ലാം സ്റ്റേജിലിരിക്കെ അല്ലേ ഈ പരാമർശം നടത്തിയത്? KS ഹരിഹരന്റെ വിവാദ പ്രസ്താവന UDF നേതാക്കൾ തള്ളി. പൊതുവേദിയിൽ രാഷ്ട്രീയ നേതാക്കൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് മാതൃകയാകണമെന്ന് പരിപാടിയുടെ ഉദ്ഘാടകൻ കൂടിയായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. KS ഹരിഹരൻ തെറ്റു മനസ്സിലാക്കിയെന്ന് കരുതുന്നുവെന്ന് KK രമ MLA. അത് തീർത്തും തെറ്റാണ്. അതിനെ അങ്ങേയറ്റം തള്ളിപ്പറയുകയാണ്. അത് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്ന് തന്നെയാണ് RMPയുടെ അഭിപ്രായം. പൊതുവേദിയിൽ മാത്രമല്ല സ്വകാര്യ സംഭാഷണത്തിൽ പോലും പാടില്ലാത്ത പരാമർശമാണ് KS ഹരിഹരനിൽ നിന്നുണ്ടായതെന്ന് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പറഞ്ഞു. LDF ഉന്നയിച്ച വ്യാജ വീഡിയോ ആരോപണത്തെ പ്രതിരോധിക്കുന്നതിനിടെ UDFന് വലിയ തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ് വിവാദ പ്രസംഗം. 24 കോഴിക്കോട്. പടരുന്ന ആശങ്ക, അതീവ ജാഗ്രത. മലപ്പുറത്ത് മഞ്ഞപ്പിത്തം ബാധിച്ച് 2 മരണം കൂടി. ഒരാഴ്ചക്കിടെ 3 മരണമായി. രോഗവ്യാപനത്തിന്റെ സാഹചര്യത്തിൽ നാളെ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേരും. പാലക്കാട് മണ്ണാർക്കാട് കോട്ടോപ്പാടത്ത് പനി ബാധിച്ച 3 വയസ്സുകാരി മരിച്ചു. മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലായിരുന്ന കാളികാവ് സ്വദേശി ജിഗിൻ, പോത്തുകല്ല് കോടാലിപ്പൊയിൽ സ്വദേശി ഇത്തിക്കൽ സക്കീർ എന്നിവരുടെ മരണമാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. ജിഗിൻ ഭിന്നശേഷിക്കാരനാണ്. 1 മാസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വെള്ളിയാഴ്ച രാത്രിയാണ് മരണം സ്ഥിരീകരിച്ചത്. കുട്ടിയുടെ പിതാവും സഹോദരനും രോഗബാധയെ തുടർന്ന് ചികിത്സയിലാണ്. നിലമ്പൂരിലും പോത്തുകല്ലിലും ചാലിയാറിലുമാണ് ആശങ്കയുള്ളത്. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ നാളെ അടിയന്തര യോഗം ചേരും. തീവ്രവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ രോഗം പരത്തുന്ന വൈറസിന് ജനിതക മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്ന സംശയവും അധികൃതർക്കുണ്ട്. വിശദ പരിശോധനയ്ക്കായി സാമ്പിളുകൾ തിരുവനന്തപുരത്തെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു. പാലക്കാട് മണ്ണാർക്കാട് കോട്ടോപ്പാടത്ത് അമ്പലപ്പാറ ST കോളനിയിലെ കുമാരന്റെ മകൾ ചിന്നുവാണ് പനിബാധയെ തുടർന്ന് മരിച്ചത്. ഇന്ന് രാവിലെ 10:45 കുട്ടി കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ന്യൂസ് ഡെസ്ക് 24. സംസ്ഥാനത്ത് ഇന്നും പലയിടങ്ങളിലും വേനൽ മഴ ലഭിച്ചു. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വേനൽ മഴ ശക്തി പ്രാപിക്കുകയും ചൂട് കുറയുകയും ചെയ്തതോടെ സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം ഗണ്യമായി കുറഞ്ഞു.
തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട്. പത്തനംതിട്ട നഗരത്തിലും മലയോര മേഖലകളിലും കോഴിക്കോട് മുക്കത്തും ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴ ലഭിച്ചു. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും മറ്റന്നാൾ തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യത. ഇടിമിന്നലിനും മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. കഴിഞ്ഞ 2 ദിവസമായി സംസ്ഥാനത്ത് ലഭിക്കുന്ന വേനൽ മഴ KECBയെ തുണച്ചു. വൈദ്യുതി ഉപഭോഗത്തിൽ ഗണ്യമായ കുറവാണുണ്ടായത്. കഴിഞ്ഞ 10 ദിവസമായി സംസ്ഥാനത്തെ ശരാശരി പ്രതിദിന ഉപഭോഗം 110 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു. ഇത് വേനൽ മഴയെ തുടർന്ന് 100 ദശലക്ഷം യൂണിറ്റിന് താഴെയെത്തി. വെള്ളിയാഴ്ച 98.83 ദശലക്ഷം യൂണിറ്റായിരുന്നു ഉപഭോഗം. ഇന്നലെ ഇത് വീണ്ടും കുറഞ്ഞ് 95.69 ദശലക്ഷം യൂണിറ്റായി. പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകതയും കുറഞ്ഞു. 4585 മെഗാവാട്ടായിരുന്നു ഇന്നലത്തെ പീക്ക് സമയ വൈദ്യുതി ആവശ്യകത. ഉപഭോഗം കുറഞ്ഞാൽ പ്രാദേശിക നിയന്ത്രണം ഒഴിവാക്കാനാണ് KECB തീരുമാനം. 24 തിരുവനന്തപുരം. പത്തനംതിട്ട തിരുവല്ലയിൽ പക്ഷിപ്പനി. നിരണം പഞ്ചായത്തിലെ സർക്കാർ ഫാമിൽ താറാവുകൾ കൂട്ടത്തോടെ ചത്തത് പക്ഷിപ്പനി ബാധിച്ചാണെന്ന് സ്ഥിരീകരിച്ചു. ഒരാഴ്ച മുൻപാണ് തിരുവല്ല നിരണത്തെ സർക്കാർ ഡക്ക് ഫാമിലെ താറാവുകൾ കൂട്ടത്തോടെ ചത്തത്. സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ചത്ത താറാവുകളുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് പക്ഷിപ്പനിയെന്ന് സ്ഥിരീകരിച്ച ഭോപ്പാലിലെ കേന്ദ്ര ലാബിൽ നിന്ന് റിപ്പോർട്ട് എത്തിയത്. കഴിഞ്ഞ 4 ദിവസം മുൻപാണ് കുറച്ച് താറാവുകൾ കൂട്ടത്തോടെ ചത്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അതിൻ്റെ സാമ്പിൾ ശേഖരിച്ച് അയക്കുകയുണ്ടായി. അപ്പോൾ ഞങ്ങൾ അത് അയച്ചപ്പോൾ തന്നെ ഇവിടെ വാർഡുതല സമിതികൾ കൂടി വേണ്ട നടപടിക്രമങ്ങൾ എടുത്തിട്ടുണ്ട്. തൊട്ടടുത്ത് താറാവ് കർഷകരുണ്ട്, ഇതുപോലെ വീടുകളിൽ കോഴിയെ വളർത്തുന്നുണ്ട്, താറാവിനെ വളർത്തുന്നുണ്ട്. അവർക്കൊക്കെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. 5000-ഓളം താറാവുകളാണ് നിരണത്തെ സർക്കാർ ഡക്ക് ഫാമിലുള്ളത്. നാളെ രാവിലെ തന്നെ പ്രശ്നം ചർച്ച ചെയ്യാൻ അടിയന്തര യോഗം വിളിക്കും. നിലവിൽ തിരുവനന്തപുരത്തുള്ള പത്തനംതിട്ട ജില്ലാ കളക്ടർ S. പ്രേംകൃഷ്ണൻ ഇന്ന് രാത്രിയോടെ ജില്ലയിലെത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കള്ളിങ് അടക്കമുള്ള തുടർ നടപടികളിലേക്ക് ജില്ലാ ഭരണകൂടം നാളെ തന്നെ കടന്നേക്കും. 24 പത്തനംതിട്ട. തിരുവനന്തപുരം കളക്ടറെ വിമർശിച്ചതിന് CPI സർവീസ് സംഘടനാ നേതാവ് ജയചന്ദ്രൻ കല്ലിങ്കലിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതിൽ വിമർശനം കടുപ്പിച്ച് ജോയിന്റ് കൗൺസിൽ. നാളെ മുഴുവൻ കളക്ടറേറ്റുകളിലേക്കും പ്രതിഷേധ പ്രകടനം നടത്തും. കളക്ടർക്കെതിരെ ഉന്നയിച്ച വിമർശനങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് ജയചന്ദ്രൻ കല്ലിങ്കൽ. കുഴിനകം ചികിത്സിക്കാൻ ഡോക്ടറെ വീട്ടിലേക്ക് വിളിപ്പിച്ച തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജിന്റെ നടപടിയെ ചാനൽ ചർച്ചയിലാണ് ജയചന്ദ്രൻ കല്ലിങ്കൽ വിമർശിച്ചത്. പിന്നാലെയാണ് ദേവസ്വം ബോർഡ് തഹസിൽദാരായ ജയചന്ദ്രൻ കല്ലിങ്കലിന് റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്നും കളക്ടറെ വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടില്ലെന്നും ജയചന്ദ്രൻ കല്ലിങ്കൽ. വ്യക്തിപരമായി കളക്ടറെയോ അല്ലെങ്കിൽ സംവിധാനത്തിനെയോ ദോഷപ്പെടുത്താൻ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു ഉദ്യോഗസ്ഥൻ എന്ന രീതിയിലല്ല അതിനകത്ത് പങ്കെടുത്തത്. ഒരു ഉദ്യോഗസ്ഥൻ എന്നതിലുപരി സിവിൽ സർവീസ് സംഘടനയിലെ ഒരു പ്രധാനപ്പെട്ട സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിലാണ് ചർച്ചയിൽ പങ്കെടുത്തതും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത്. ഇല്ലാത്ത കാര്യം ഞാൻ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. പറഞ്ഞത് കുറഞ്ഞുപോയി എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളെ സംബന്ധിച്ച്. കാരണം കാണിക്കൽ നോട്ടീസിനെ അസ്വാഭാവിക നടപടിയായാണ് ജോയിന്റ് കൗൺസിൽ കാണുന്നത്. നിരന്തരം സർക്കാരിന് അപമതിപ്പുണ്ടാക്കുന്ന കളക്ടറോടാണ് വിശദീകരണം ചോദിക്കേണ്ടതെന്നാണ് ജോയിന്റ് കൗൺസിൽ നിലപാട്. നോട്ടീസ് പിൻവലിക്കും വരെ പ്രതിഷേധം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. ഇതിന്റെ ഭാഗമായി 14 കളക്ടറേറ്റുകളിലേക്കും നാളെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. റവന്യൂ വകുപ്പിന്റെ നടപടികൾക്കെതിരെ മറ്റു സർവീസ് സംഘടനകൾക്കും കടുത്ത അമർഷമാണുള്ളത്. ഭരണാനുകൂല സർവീസ് സംഘടനകൾക്കിടയിൽ പോലും അമർഷം പുകയുമ്പോഴും കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ നടപടി പിൻവലിക്കേണ്ടെന്ന നിലപാടിലാണ് റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി. 24 തിരുവനന്തപുരം. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസുകൾ ഇന്ന് മുടങ്ങി. കേരളത്തിൽ നിന്നുള്ള 5 രാജ്യാന്തര സർവീസുകളാണ് ഇന്ന് റദ്ദാക്കിയത്. സർവീസ് ക്രമീകരണ ആപ്ലിക്കേഷനിലെ സാങ്കേതിക പ്രശ്നമാണ് കാരണമെന്ന് വിമാന കമ്പനി വിശദീകരിച്ചു. കരിപ്പൂർ, നെടുമ്പാശ്ശേരി, കണ്ണൂർ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസുകൾ ഇന്നും മുടങ്ങി. നെടുമ്പാശ്ശേരിയിൽ നിന്ന് 8:35 ദമാമിലേക്കും 9:30 ബഹറിലേക്കുമുള്ള വിമാനങ്ങളാണ് റദ്ദാക്കിയത്. കണ്ണൂരിൽ നിന്ന് മസ്കറ്റ്, റിയാദ് വിമാനങ്ങളും റദ്ദാക്കി. ജിദ്ദ വിമാനം വൈകി. കണ്ണൂരിൽ നിന്നുള്ള ദുബായ് വിമാനവും സർവീസ് നടത്തിയില്ല. വിമാനങ്ങൾ റദ്ദാക്കുന്നത് യാത്രക്കാരെ മുൻകൂട്ടി അറിയിച്ചിരുന്നെന്ന് എയർ ഇന്ത്യ അധികൃതർ വ്യക്തമാക്കി. എന്നാൽ പുതുക്കിയ സമയം യാത്രക്കാരെ അറിയിച്ചിട്ടില്ല. ജീവനക്കാരുടെ സമരം ഒത്തുതീർപ്പായെങ്കിലും പണിമുടക്കിയവരെ തിരിച്ചെടുക്കുന്നതിലെ നടപടിക്രമങ്ങളുടെ കാലതാമസമാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് സൂചന. എന്നാൽ എല്ലാ ജീവനക്കാരും ഇന്നലെ തന്നെ ജോലിയിൽ തിരികെ പ്രവേശിച്ചെന്ന് ജീവനക്കാരുടെ സംഘടന അറിയിച്ചു. വിമാന സർവീസ് ക്രമീകരണ ആപ്പിലെ സാങ്കേതിക പ്രശ്നം കൊണ്ടാണ് സർവീസുകൾ റദ്ദാക്കുന്നതെന്നും അധികൃതർ അറിയിച്ചു. 24 കൊച്ചി.
ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിൽ അവകാശവാദം ഉന്നയിച്ച് കേരള കോൺഗ്രസ് എം. LDF-ന് ജയിക്കാൻ കഴിയുന്ന 2 സീറ്റിൽ ഒന്ന് കേരള കോൺഗ്രസിന് അർഹതപ്പെട്ടതാണെന്ന് സ്റ്റീഫൻ ജോർജ് 24-നോട് പറഞ്ഞു. നാളെ ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി വിഷയം ചർച്ച ചെയ്യും. ബിനോയ് വിശ്വം, ജോസ് കെ മാണി, എളമരം കരീം എന്നിവരുടെ രാജ്യസഭാ അംഗത്വമാണ് ജൂലൈ 1-ന് കാലാവധി പൂർത്തിയാക്കുന്നത്. ഒഴിവ് വരുന്ന 3 സീറ്റിൽ 2 എണ്ണത്തിൽ LDF-ന് ജയിക്കാൻ കഴിയും. ഈ 2 സീറ്റിലൊന്നിൽ CPIM മത്സരിക്കും. രണ്ടാമത്തെ സീറ്റ് ആർക്കാണ് എന്നതിലാണ് തർക്കത്തിന് സാധ്യത. LDF ചർച്ചകളിലേക്ക് കടക്കും മുന്നേ അവകാശവാദവുമായി കേരള കോൺഗ്രസ് രംഗത്തെത്തി. കേരള കോൺഗ്രസിന്റെ ചെയർമാൻ ജോസ് കെ മാണി നിലവിൽ പോയിട്ടുള്ള സീറ്റാണ് രാജ്യസഭാ സീറ്റ്. രാജ്യസഭാ സീറ്റ് നേരത്തെ മുതലേ കേരള കോൺഗ്രസിൽ നിലനിൽക്കുന്ന സീറ്റാണ്. തീർച്ചയായിട്ടും നമുക്ക് അവകാശപ്പെട്ട സീറ്റാണ്. ആ കാര്യങ്ങളൊക്കെ ആ ധാരണയിലാണ് മുന്നോട്ട് പോകുന്നത്. സീറ്റ് നിലനിർത്താൻ CPIM നീക്കങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ CPIക്ക് കഴിഞ്ഞ തവണ സീറ്റ് നൽകിയതിനാൽ ഇത്തവണ കേരള കോൺഗ്രസിനെ തന്നെ പരിഗണിക്കണമെന്ന് സ്റ്റീഫൻ ജോർജ് പറഞ്ഞു. നമുക്കാകെ ഈ ഒരു രാജ്യസഭാ സീറ്റ് മാത്രമേ ഉള്ളൂ. അർഹതപ്പെട്ട സീറ്റ് കേരള കോൺഗ്രസ് അർഹതപ്പെട്ടതാണ്. അത് തീർച്ചയായിട്ടും അക്കാര്യത്തിൽ ഇടതുപക്ഷ മുന്നണി നേതാക്കളുമായി ബഹുമാനപ്പെട്ട പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി അക്കാര്യത്തിൽ ബന്ധപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിലയിരുത്താൻ നാളെ കോട്ടയത്ത് കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി ചേരുന്നുണ്ട്. യോഗത്തിൽ രാജ്യസഭാ സീറ്റും ചർച്ചയാകും. അവകാശവാദം LDF-ൽ ശക്തമായി ഉന്നയിക്കാൻ തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ നീക്കം. LDF-ലെ രണ്ടാമൻ ആര് എന്നതിനെ ചൊല്ലിയുള്ള തർക്കം കേരള കോൺഗ്രസ് എമ്മിനും CPIക്കുമിടയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഇരു പാർട്ടികളും തയ്യാറായേക്കില്ല. അങ്ങനെ വന്നാൽ LDF-ന് അത് കൂടുതൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കും. കോട്ടയത്ത് നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം ടോബി ജോൺസൺ, 24. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും. ഇന്റൽ മണിയുടെ 300ാമത് ബ്രാഞ്ച് ഗുജറാത്തിലെ നരോദയിൽ പ്രവർത്തനം തുടങ്ങി. അടുത്ത സാമ്പത്തിക വർഷം ഗുജറാത്തിൽ 26 ബ്രാഞ്ചുകൾ തുടങ്ങുകയാണ് ലക്ഷ്യം. അഹമ്മദാബാദിലെ നിക്കോൾ, ധോൽക്ക, ബാലസിനോർ, സൂറത്തിലെ ഹിരാബാഗ് എന്നിവിടങ്ങളിലും പുതിയ ബ്രാഞ്ചുകൾ പ്രവർത്തനം തുടങ്ങി. ഈ സാമ്പത്തിക വർഷം ഗുജറാത്തിൽ നിന്ന് മാത്രം 250 കോടി രൂപയുടെ ബിസിനസ് ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് ഇന്റൽ മണി എക്സിക്യൂട്ടീവ് ഡയറക്ടറും സിഇഒയുമായ ഉമേഷ് മോഹനൻ പറഞ്ഞു. So this is our plan for the next 2 financial years. We target to reach 2026 at 5,015 crores with an annual revenue of 820 crores. നോക്കാം ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. കാലാവസ്ഥാ റിപ്പോർട്ടോടുകൂടി പ്രൈം ടൈം ന്യൂസിന്റെ സമയം പൂർത്തിയാവുകയാണ്.